ഇഗ്നിസിൻ്റെ ത്രോട്ടിൽ ബോഡി നമ്മൾ വീട്ടിൽ തന്നെ ഫുൾ അഴിച്ച് സർവീസ് ചെയ്യാൻ പോവുകയാണ്. ഇൻടേക്ക് മാനിഫോൾഡ് കണ്ടീഷനിലാണ്. മാപ്പ് സെൻസർ ഇതെല്ലാം നമ്മൾ അഴിച്ച് ഫുള്ള് ക്ലീൻ ആക്കി സെറ്റപ്പ് ആക്കും. ത്രോട്ടിൽ ബോഡി കാണിച്ച് 60,000 ആയിട്ടും ക്ലീൻ ആവാത്ത ത്രോട്ടിൽ ബോഡിയാണ്. അതായത് സർവീസ് സെൻറ്ററിൽ കൊടുക്കുമ്പോൾ അവർ ജസ്റ്റ് ഇവിടെ സ്പ്രേ മാത്രമേ ചെയ്യുള്ളൂ, എയർ ഫിൽറ്റർ ഒഴിച്ച് അഴിച്ച് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യത്തില്ല. നോക്കി എന്തോരം ഡേർട്ടുണ്ടെന്ന്. ഇത്രയും വൃത്തിയുടെ ത്രോട്ടിൽ ബോഡി എനിക്ക് തോന്നുന്നു വേറെ എവിടെയും കാണില്ല. ഇന്നിതെല്ലാം സൂപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യും, അടിപൊളിയായിട്ട്. ഇൻടേക്ക് മാനിഫോൾഡിനകത്തും നമ്മൾ ക്ലീൻ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ VVTയുടെ ക്യാമിൻ്റെ സോളിനോയിഡ് ഉണ്ട് ഇവിടെയുള്ള. ഇത് VVTയുടെ സോളിനോയിഡ്, മാപ്പ് സെൻസർ, ഇതൊക്കെ നമ്മളിന്ന് സൂപ്പറായിട്ട് ക്ലീൻ ചെയ്ത് വണ്ടി അടിപൊളിയാക്കും. നമ്മുടെ VVTയുടെ സോളിനോയിഡ് ഇതാണ് പക്കായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ലൊക്കേഷൻ. VVTയുടെ സോളിനോയിഡ് വരുന്നത് ഇവിടെ പോർഷൻ. ഓയിൽ ഡ്രിപ്പിങ്സ് അത് ഊരി കഴിഞ്ഞപ്പോൾ വന്നാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യും. ഇതുണ്ടോ പക്കായിട്ട് ക്ലീൻ ചെയ്തു. ഇത് നമ്മുടെ RPM വേരിയേഷൻ, അതായത് RPM ഹണ്ടിങ്, അതുപോലെ പിക്കപ്പ് ഇഷ്യൂ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും. മൈലേജ് ഇഷ്യൂ ഒക്കെ ഈ സംഭവം, അതായത് ഈ സോളിനോട് കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ല. ഇനിയിപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടുന്ന് ഒരു 12 വോൾട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കിയിട്ട് തിരിച്ചിട്ട് ഫിറ്റ് ചെയ്യുള്ളൂ. ഇൻടേക്ക് മാനിഫോൾഡ് നമുക്ക് പറ്റുന്നിടത്തോളം ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന അത്രയും അകത്ത് നല്ലവണ്ണം ത്രോട്ടിൽ ബോഡി സ്പ്രേ മാത്രം അടിച്ച് ക്ലീൻ ചെയ്യുക. അത് ക്ലീൻ ചെയ്ത് അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ത്രോട്ടിൽ ബോഡിയുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ബാക്കി മാപ്പ് സെൻസറും എല്ലാം ക്ലീൻ ചെയ്ത് വീണ്ടും അസംബിൾ ചെയ്യും. അഴുക്ക് കാണിച്ച് ഇപ്പം നോക്കിയേ, കരിയെല്ലാം നമ്മുടെ ഇഷ്യൂ സോൾവ് ആയി കേട്ടോ. നോക്കിയേ, RPM സ്റ്റഡിയാണ്, ഒരു അനക്കം പോലുമില്ല. 100% സോൾവ് ആയി. നമ്മുടെ പണി കറക്റ്റായി. നോക്കി എന്ത് ആക്യുറേറ്റാന്ന് നോക്കി. സ്റ്റഡി എന്ന് പറഞ്ഞാൽ അനങ്ങാതെ നിൽക്കുന്നു. പക്ക അടിപൊളി. ഇനി അത് ഒന്നും കൂടെ ഒന്ന് ഓട്ടോ ട്യൂണാണ്. ഓടിച്ചോടിച്ച് ഇപ്പം ഓൾറെഡി ആ സെറ്റിങ്ങിലല്ലേ ECU വർക്ക് ചെയ്തത്. ഇനി കുറേ ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് മൈലേജൊക്കെ കയറി വരും. 62,340. നോക്കി ഇതുപോലെ ഇരിക്കണം RPM. നമ്മുടെ ഇഷ്യൂ സോൾവ് ആയി.